സെക്കൻഡ് സെമസ്റ്ററിലെ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലെ 4th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ്, പോളിസീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവിറോൺമെൻറ്റ് എന്നാണ് നമ്മുടെ 4th ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഡിഫറെൻറ്റ് പോളിസീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ് ആണ്. നമ്മുടെ സർഫസിൽ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള എൻവിറോൺമെൻറ്റ് മെയിനായിട്ട് അനുഭവിക്കുന്ന ചില പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്ലോബൽ വാർമിംഗ്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് കൂടി വരികയാണ് അല്ലേ. ഭയങ്കരമായിട്ട് ചൂട് കൂടുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് കാരണമാവുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കൂടുമ്പോൾ അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ ആർട്ടിക് അൻ്റാർട്ടിക്കയിലുള്ള മഞ്ഞുമലകൾ ഉരുകാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവുന്നുണ്ട്. അങ്ങനെ ഉരുകി കഴിഞ്ഞാൽ ഈ വെള്ളം കടലിലേക്കും ഒക്കെ വന്നിട്ട് കടലിലെ സീ ലെവൽ കൂടാനും സുനാമി പോലെയുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാക്കാനൊക്കെ കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ നശിച്ചു പോകാനും വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവാനും വരൾച്ച ഉണ്ടാവാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയെ ഇത് ത്രെട്ടൻ ചെയ്യുന്നുണ്ട് ആക്ച്വലി. കാരണം വെള്ളത്തിൻ്റെയൊക്കെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണങ്ങിപ്പോകാനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് പൊല്യൂഷൻസ് ആക്ടിവിറ്റീസ് കാരണമാണ് ആക്ച്വലി ഇങ്ങനെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവുന്നത് അല്ലേ. അപ്പോൾ അതിനൊരു കാരണമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എർത്ത് സർഫസ് ആക്ച്വലി ഒരു ഗ്രീൻ ഹൗസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് അത് എല്ലാ ടൈപ്പ് ഓഫ് റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെന്താ ചെയ്യുന്നത്, എല്ലാത്തിനെയും പിടിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. വളരെ കുറഞ്ഞ റേഡിയേഷൻസ് മാത്രമേ പുറത്ത് പോകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ സണ്ണിൽ നിന്ന് വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് റേഡിയേഷൻസിനെയും എർത്ത് സർഫസ് പിടിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എർത്ത് സർഫസ് പെട്ടെന്ന് ചൂടാവാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊല്യൂഷൻ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താണ് ഈ ഒരു അവസ്ഥ കൂടുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അവിടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഒക്കെ ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാവാനും അതുപോലെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാനും ഒക്കെ കാരണമാവുന്നുണ്ട് അല്ലേ. നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 10 വർഷത്തെ വെതർ ബ്രോഡ്കാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം മനസ്സിലാക്കാം നമ്മുടെ ക്ലൈമറ്റ് മാറിയിട്ടുണ്ട് എന്നല്ലേ. പണ്ട് നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റെയിൻഫോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൂടുകാലത്തിലും ഒക്കെ ഒരു ടെമ്പറേച്ചറൊക്കെ മിനിമം ആയിരുന്നു അല്ലേ. പക്ഷെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഇറഗുലർ ആയിട്ടുള്ള റെയിൻഫോൾ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് എൻവിറോൺമെൻറ്റൽ പ്രോബ്ലമാണ് ഓസോൺ ലെയർ ഡിപ്ലേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ വെയിലെത്താലും മഴയെത്താലും ഒക്കെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കുട യൂസ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ എർത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അംബർല പോലെ എർത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ മേലെയാണ് ഈ ഓസോൺ ലെയർ പറയുന്നത്. അപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന ഒരുപാട് റേഡിയേഷൻ നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിൽ ചില തന്നെ UV പോലെയുള്ള ഹാംഫുൾ റേഡിയേഷൻസ് നമുക്കത്ര ആവശ്യമില്ല. അപ്പോൾ അതിനെ ആക്ച്വലി എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ ജോലി ഓസോൺ ലെയേഴ്സാണ് എടുക്കുന്നത്. ഹാംഫുൾ ആയിട്ടുള്ള ഇതുപോലെയുള്ള UV റേഡിയേഷൻസിനൊക്കെ കട്ട് ചെയ്തിട്ട് വിടുന്നത് ഓസോൺ ലെയറാണ്. പക്ഷേ ഇന്ന് ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ഓസോൺ ലെയറിലും ഡിപ്ലീഷൻ, അതായത് ചില ഹോൾസ് സംഭവിച്ചിട്ടുണ്ട്. ആക്ച്വലി ഓസോൺ ലെയർ എന്ന് വെച്ചാൽ 3 ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. സോ അപ്പോൾ അവിടെയൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് കെമിക്കൽസ് ആയിട്ടുള്ള CFC, HCFC, ഹാൽക്കോൺസ്, അതുപോലെ മീഥൈൽ ബ്രോമൈഡ് പോലെയുള്ള ഗ്യാസുകൾ വരുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ O3യുടെ ഘടന മാറിയിട്ട് ഓക്സിജൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പം അവിടെ ഹോൾസാണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹോൾസിലൂടെ ഹാംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷൻസ് ഒക്കെ ഈസിലി ഇപ്പോൾ എർത്തിലെത്തുന്നുണ്ട്. സോ അപ്പോൾ അതും ഗ്ലോബൽ വാർമിംഗ് കൂട്ടാനും അത് നമ്മുടെ സ്കിന്നിലേക്ക് വന്ന സ്കിൻ ടാനിങ്ങിന് കാരണമാവുന്നുണ്ട്. സ്കിൻ ക്യാൻസറിനും അലർജിക്കും പ്ലാന്റ്സ് നശിക്കാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട്. സോ അപ്പോൾ അതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷനിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു പ്രോബ്ലമാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം മഴ പെയ്തിട്ടാണല്ലേ നമുക്ക് വെള്ളം കിട്ടുന്നത്. ഈ മഴയിൽ നമുക്കറിയാം വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോമിലൊക്കെ അറിയാം ഒരു ന്യൂട്രലാണല്ലേ അതിൻ്റെ pH കാര്യങ്ങളൊക്കെ. പക്ഷേ അതിന് ആസിഡിക് നേച്ചർ ആവുന്നതിനെയാണ് ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അതായത് നോർമൽ വെള്ളത്തിൻ്റെ pH 7, അതായത് ന്യൂട്രലാണ്. പക്ഷേ അതെന്താണ് ബിലോ 7 ആവുക, 5.5 കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ് ആസിഡ് റെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പൊല്യൂഷൻ കൂടുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് നൈട്രജൻ പോലുള്ള ഡിഫറെൻറ്റ്
എലമെൻസിൻ്റെ എണ്ണം കൂടും അല്ലേ. അപ്പോൾ ഇത് മഴവെള്ളമായിട്ട് കലർന്നിട്ട് നൈട്രിക് ആസിഡ് ആവുന്നു, കാർബോണിക് ആസിഡ് ആവുന്നു. അങ്ങനെ ഈ ആസിഡിറ്റി ഉള്ള വെള്ളമാണ് താഴേക്ക് വരുന്നത്. സോ അപ്പോൾ അതിൻ്റെ പി എച്ച് എന്ത് ചെയ്യും, വാട്ടറിനേക്കാൾ കുറവായിരിക്കും, അതായത് അസിഡിക് പി എച്ച് ആയിരിക്കും ഉണ്ടാവുക. സോ അപ്പോൾ ഇതെന്താവും, വാട്ടറിൻ്റെ ആ ഒരു നോർമൽ കെമിക്കൽ ഫോമുല കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇതിനാണ് ആക്ച്വലി ആസിഡ് റെയിൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഒരു ആസിഡ് റെയിനിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഇത് നമുക്കൊരിക്കലും ഡ്രിങ്കിങ് പർപ്പസിനോ ഒന്നും കുടിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ മേലിൽ വീണ് നമുക്ക് സ്കിൻ അലർജി ഉണ്ടാവാനും സ്കിൻ ഡാമേജ് ഉണ്ടാവാനും അതുപോലെ തന്നെ പ്ലാന്റ്സ് നശിക്കാനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതൊരുപാട് ഹെൽത്ത് ഡിസീസസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇത് വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ റിസോഴ്സസിലെ വാട്ടർ കാര്യങ്ങളൊക്കെ നശിക്കാനും അതുപോലെ തന്നെ അക്വാട്ടിക് ലൈഫ് നശിക്കാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് ആസിഡ് റെയിനിൽ പറയാനുള്ളത്. ഇങ്ങനെ ഡിഫറെൻറ്റ് റീസൺ കൊണ്ട് ഒരുപാട് ആനിമൽസും പ്ലാന്റ്സും ഒക്കെ എക്സിറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആനിമൽ എക്സ്റ്റിങ്ഷൻ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ പ്രിഡേഷൻ അതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഡിഫറെൻറ്റ് ഡിസീസസ് നശിച്ചു പോയ ആനിമൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് കിട്ടാതെയും അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടും. നമ്മൾ ഡീഫോറസ്റ്റേഷൻ കാരണങ്ങൾ കൊണ്ടൊക്കെ ഹാബിറ്റാറ്റ് നശിച്ചു പോയ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് കാരണവും അതുപോലെ തന്നെ ജെനറ്റിക് ഡൈവേഴ്സിറ്റി കാരണമൊക്കെ നശിച്ചു പോയ ഒരുപാട് മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് പോർഷനിൽ പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആണ്. ഓരോ പോളിസീസും പ്രോഗ്രാംസും എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്ന് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്. 1947 വാട്ടർ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ പേര് തന്നെ ഉണ്ടല്ലേ, വെള്ളത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, വാട്ടർ റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പൊല്യൂഷൻ കുറയ്ക്കുക, ഇതൊക്കെയാണ് അതിൽ മെയിനായിട്ട് പറയുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്റ്റിൽ പറയുന്നത് കേട്ടോ. ദെൻ എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട്. എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട് 1981 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അപ്പം എയർ പൊല്യൂട്ട് ആവാണ്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എതിരെയുള്ള സ്ട്രിക്റ്റായുള്ള ആക്ഷൻസ് എടുക്കുക. ലൈക്ക് ഇപ്പോൾ ഫാക്ടറീസ് എന്നുള്ള പുകയായാലും അതിൻ്റെ പുകക്കുഴൽ ഏറ്റവും അത്രയും ഹൈറ്റിൽ വേണം ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ വാഹനങ്ങളുടെ പുക പരിശോധന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഒരു പൊല്യൂട്ടഡ് എയറിനെ ഫിൽറ്റർ ചെയ്ത് പുറത്ത് വിടുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എയർ പൊല്യൂഷൻ ആക്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. ദെൻ എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. സോ അപ്പം ടോട്ടൽ എൻവിറോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ, അതിൽ എല്ലാ ടൈപ്പ് ഓഫ് റിസോഴ്സസിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെയൊക്കെ പ്രൊട്ടക്ഷനും അതിൻ്റെയൊക്കെ കൺസർവേഷനും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1972 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഡീഫോറസ്റ്റേഷൻ എലിമിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് മരം മുറിക്കുന്നതും അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടുന്നതും അവസാനിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് 1972 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ 1972 2003 കൊണ്ടുവന്നിട്ടുള്ള ആക്റ്റാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് എക്കണോമിക്കൽ വാല്യൂ നോക്കിയിട്ട് ഒരുപാട് മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ടല്ലേ. ലൈക്ക് ഇപ്പോൾ ആനക്കൊമ്പിന് വേണ്ടിയിട്ട്, പുലിപ്പല്ലിന് വേണ്ടിയിട്ട്, മയിലെണ്ണയ്ക്ക് വേണ്ടിയിട്ട്, വെള്ളിമൂങ്ങനെയൊക്കെ, അങ്ങനെ ഒരുപാട് രീതിയിൽ നമ്മൾ മൃഗങ്ങളെ വേട്ടയാടുന്നവരുണ്ട്. ഇല്ലീഗലായിട്ട് വേട്ടയാടുന്നവരുണ്ട്, അതുപോലെ ഫ്ലഷിന് വേണ്ടിയിട്ടൊക്കെ വേട്ടയാടുന്നവരുണ്ട്. സോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരിക്കലും വൈൽഡ് ലൈഫിനെ നമുക്ക് അനധികൃതമായിട്ട് പിടിക്കാനോ വേട്ടയാടാനോ കഴിക്കാനോ ഒന്നും അനുവാദമില്ല. സോ അപ്പോൾ അതിന് എതിരെ വന്നിട്ടുള്ളൊരു ആക്റ്റാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻവിറോൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് ട്രിബ്യൂണൽ ആക്ട്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ 1948 വന്ന ഒന്നാണ് ഫാക്ടറീസ് ആക്ട്. അതായത് ഒരു ഫാക്ടറി എവിടെയാണ് സ്ഥാപിക്കേണ്ടത്, അതായത് ഒരു പോപ്പുലേറ്റഡ് ഏരിയയിൽ നിന്നും ദൂരെ മാറിയിട്ടാണ് ഒരു ഫാക്ടറി സ്ഥാപിക്കേണ്ടത്. അതുപോലെ തന്നെ ഫാക്ടറീസിൽ നിന്ന് വരുന്ന പുക കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്യണം, പുകക്കുഴൽ വളരെ ഹൈറ്റിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേസ്റ്റുകൾ പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് വേണം. സോളിഡ് വേസ്റ്റ് ഒരിക്കലും മണ്ണിലിടാനോ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടാനോ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ സൗണ്ട് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഫാക്ടറി ആക്റ്റിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കാര്യങ്ങളും ഒക്കെ പറഞ്ഞല്ലോ. ഫോറസ്റ്റ് കൺസർവേഷൻസ് കാര്യങ്ങൾ, എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ പറഞ്ഞു. അതുപോലെ 2010 വന്നിട്ടാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് എന്ന് പറയുന്നത്. സോ നമ്മുടെ എർത്തിൻ്റെ ഗ്രീനറി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മെയിൻ ഉദ്ദേശത്തിലാണ് ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് വന്നിട്ടുള്ളത്. സോ അപ്പോൾ നമ്മുടെ ഈ ഒരു എൻവിറോൺമെൻറ്റ് ഡാമേജ്ഡ് ആയിട്ടുള്ളതിനെ റിപ്പയർ ചെയ്യുക, അതിന് ഡാമേജ് ആവാണ്ട് ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ടും ഗ്രീൻ ട്രിബ്യൂണൽ ആക്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ പൊല്യൂഷൻ സെൻട്രൽ ബോർഡ്, CPCB, സെൻട്രൽ പൊല്യൂഷൻ സെൻട്രൽ ബോർഡ്
1974 സെപ്റ്റംബറിൽ പറഞ്ഞിട്ടുള്ളതാണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ മെയിനായിട്ടും വെള്ളത്തിൻ്റെ കാര്യം, അതായത് വാട്ടർ പൊല്യൂഷൻ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനൊക്കെയാണ് മെയിനായിട്ടും അതിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ EFA എൻവിറോൺമെൻറ്റൽ ഫൗണ്ടേഷൻ ഫോർ ആഫ്രിക്കയിലുള്ള വെസ്റ്റ് ആഫ്രിക്കയിലുള്ള എൻവിറോൺമെൻറ്റിനെ റിസ്റ്റോർ ചെയ്യുക എന്നുള്ളത് എയിം ചെയ്തിട്ടാണ് ഈ ഒരു EFA എന്നുള്ള രീതിയിലുള്ള ഫൗണ്ടേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് വെസ്റ്റ് ആഫ്രിക്കൻ നേച്ചർ ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആയിട്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊന്നും കൂടെ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മെയിനായിട്ടും ഫോക്കസ് ചെയ്തിട്ടാണ് EFA എന്നുള്ള രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആളുകളിലേക്ക് അവയർനെസ് റേസിംഗ് ക്യാമ്പ്സ് കൊണ്ടുവരിക, ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യുക, സിവിൽ വാർസ് കാര്യങ്ങൾ മിനിമൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു EFAയിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ WWF ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. മെയിനായിട്ടും നേച്ചറിനെ കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ് WWFൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ അപ്പം ഇതിൽ അവർ ഏകദേശം 1000ഓളം പ്രൊജക്ട്സ് വേൾഡ് വൈഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൽ അവർ ക്ലൈമറ്റ്, ഫുഡ്, ഫോറസ്റ്റ്, ഫ്രഷ് വാട്ടർ, ഓഷൻ, വൈൽഡ് ലൈഫ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് കാര്യങ്ങളും അങ്ങനത്തെ ഏരിയാസിലൊക്കെ അവർ ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് WWFൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കൺസർവേഷൻ എന്നുള്ള രീതിയിൽ CI ഇൻ്റർനാഷണൽ കൺസർവേഷൻ എന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ നോൺ പ്രോഫിറ്റ് എൻവിറോൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അതിൻ്റെ വെർജീനിയയിലെ ആർലിങ്ടണിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. സോ അപ്പോൾ ഇതും എന്താണ്, എൻവിറോൺമെൻറ്റ്, നാച്ചുറൽ റിസോഴ്സസ് കാര്യങ്ങൾ കൺസേർവ് ചെയ്യുക, റിസോഴ്സസ് കാര്യങ്ങളെ പ്രിസേർവ് ചെയ്യുക, നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് പ്രിസേർവ് ചെയ്യുക, അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കുക, ഇങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ കൺസർവേഷനും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്നത്. ഒരു നോൺ ഗവൺമെൻറ്റൽ എൻവിറോൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. മെയിനായിട്ടും ഇവരുടെ ഗോൾ എന്ന് വെച്ചാൽ എർത്തിൻ്റെ എബിലിറ്റി കാര്യങ്ങളെ എൻഷുർ ചെയ്യുക, ഡൈവേഴ്സിറ്റി കാര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഗ്ലോബൽ വാർമിംഗ്, ഡിഫോറസ്റ്റേഷൻ, ഓവർ ഫിഷിംഗ്, കൊമേഴ്ഷ്യൽ വെയിലിംഗ്, ആൻറ്റി ന്യൂക്ലിയർ ഇഷ്യൂസ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഇഷ്യൂസിനെ എലിമിനേറ്റ് ചെയ്യുക. അതിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് ഈ സ്പീഷീസ് കാര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ വേസ്റ്റ് കാര്യങ്ങൾ ഡംപ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക, നാഷണൽ ഇൻ്റർനാഷണൽ ലോസ് കാര്യങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ടും ഗ്രീൻ പീസ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. 1971 ഈ ഒരു ഗ്രീൻ പീസ് എന്നുള്ള കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവർ മെയിനായിട്ടും ഇവരുടെ ഫോക്കസ് എന്ന് വെച്ചാൽ 2020 ആകുമ്പോഴേക്ക് 0 ഡിഫോറസ്റ്റേഷൻ ആയിരുന്നു അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. അതായത് 1% പോലും എവിടെയും ഡിഫോറസ്റ്റേഷൻ കാര്യങ്ങൾ നടക്കരുത്, അത്രയും അവർ അക്യൂറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ അത്രത്തോളം അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവർ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു റെഡ് ലിസ്റ്റിലുള്ള പ്ലാന്റ്സും സ്പീഷീസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ അങ്ങനത്തെ ഏരിയാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കൺസേർവ് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി കൺസർവേഷൻ ഓഫ് നേച്ചർ മെയിനായിട്ടും നാച്ചുറൽ കൺസർവേഷന് കാര്യങ്ങളെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നടത്തിയിട്ടുള്ള കാര്യമായിരുന്നു. അതായത് നമ്മുടെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കാര്യങ്ങളെ കൺസേർവ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള പ്രോപ്പർ അവെയർനെസ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കൊടുക്കുക, ആളുകൾക്ക് അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുക, പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ മെയിനായിട്ടും എയിം ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതുപോലെ ഡിഫറെൻറ്റ് ആക്ട്സ്, പോളിസീസൊക്കെ. അപ്പോൾ നിങ്ങൾ കുറച്ച് ആക്ട്സ്, പോളിസി, അതിൻ്റെ ഇയർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ കോമൺ പ്രോബ്ലംസ് ലൈക്ക് ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അതുപോലെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ആസിഡ് റെയിൻ, ഡിഫറെൻറ്റ് എക്സ്റ്റിങ്ഷൻ ഓഫ് ഫ്ലോറ, ഫൗണ, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കാം.